എന്റെ സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികളാണ് ബസ് സ്റ്റാൻഡിൽ കള്ളു കുടിച്ച് മധോന്മത്തനായി മലന്ന് കിടന്നത്. പോലീസുകാർ എടുത്തുണ്ടോ? 8ാം ക്ലാസ്സിലെ ഓണാഘോഷ പരിപാടിക്ക് 8ാം ക്ലാസ്സിലെ കുട്ടി ഏതോ ലഹരി ഉപയോഗിച്ച് നശിച്ച് മെഡിക്കൽ കോളേജിൽ ശ്വാസം കിട്ടാതെ പടക്കുക. എന്റെ മോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ മോൾ എപ്പോഴാണ് ഈ ബസ് സ്റ്റാൻഡ് കള്ളു കുടിച്ച് വീഴുന്നത്? കുട്ടിയൊന്നുമില്ല കേട്ടോ, എല്ലാത്തിനും വരാന്താ. നമ്മളെല്ലാം ഞാനെല്ലാം പലപ്പോഴും ഇപ്പാറ്റം ജനിച്ചാൽ മതിയേനു. കാരണം എന്താ അറിയുക, സ്വാഭാവികമായിട്ടും ഈ ഒരു അരാജകത്വ ലോകത്തെ മനസ്സിലാക്കാൻ നമ്മുടെ പുതിയ സമൂഹത്തിന് കഴിഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്, 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളോടല്ലേ ഇത് പറയേണ്ടത്? നമ്മളോട് പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി ആരോട് പോകാൻ നമ്മൾ? അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളിനി മരിച്ചിട്ട് നമ്മളെ കുടുംബത്തിനെ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് വന്ന മനുഷ്യജന്മങ്ങളെ ഇനിയും കരയിപ്പിക്കണം. ഈ കരച്ചിൽ ദിവസവും കാണുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് രക്ഷപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. അതുകൊണ്ട് ലഹരിയെ കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് അവർ ഉത്തരവാദിത്ത ഒരു മനുഷ്യനും പാതി വഴിയിൽ ജന്മം അവസാനിപ്പിക്കും. ഭാര്യ ഒരുത്തി അപ്പൊ തന്നെ മരിച്ചളിയ, അല്ലെങ്കിൽ ഒരുത്തി എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാനെന്തിനാ പിന്നെ ഓളെ വൈകുന്ന നടക്കുന്നത്? കല്യാണം കഴിച്ചവർക്ക് അറിയാലോ, കുടുങ്ങിയല്ലേ നമ്മളെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ തലമുറയോട് പറഞ്ഞു കൊടുക്കലാണ് നമ്മളെയൊക്കെ കർത്തവ്യം. അതുകൊണ്ട് എനിക്ക് ലഹരിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കുടുംബവും എല്ലാം അതിൽ ഉൾപ്പെടും. ഞാൻ ഈ നാടിനെ കുറിച്ച് എനിക്ക് കിട്ടിയ വിവരമെല്ലാം നല്ല കേട്ടോ, തങ്കപ്പെട്ട നാടാ പോലും. ഇവിടെ അങ്ങനെ ഒരു ആപത്തും ഇല്ലാന്ന് ഞാൻ കേട്ടോ. എന്തായാലും ആപത്തില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇന്ന് 1 കിലോ MDMA ആണ് പോലീസ് പിടിച്ചത്. 1 കിലോ MDMA എന്ന് പറഞ്ഞാൽ ഈ വയനാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയിലെ മനുഷ്യന്മാർക്ക് പരാന്ത് വരുന്ന അളവാക്കി. അപ്പൊ നിങ്ങൾ അറിയും 1 കിലോ ഇവിടെ ഉണ്ടോ? ആ പിടിച്ച പോലീസുകാരല്ലല്ലോ ഇത് തിന്നുന്നത്. ഇനി ഈ പോലീസുകാർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പേടിയാണ്. അവിടെയാണ് നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന കുടുംബം മനസ്സിലാക്കേണ്ടത്. പോലീസുകാർക്ക് ഇവിടെ ജീവിക്കാൻ പേടിയാണ്. ഈ കൊല്ലം മാത്രം 42ഓളം പോലീസുകാർ ആത്മഹത്യ ചെയ്തത്. പോലീസുകാരൻ ഈ നാട് നന്നാക്കേണ്ടുന്ന, നാടിന്റെ ഏതാപത്തിനെയും മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു പോലീസുകാരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ ഒരാളും പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കരുത്. കുടുംബത്തിന് ഒരു പ്രശ്നമുണ്ടാക്കുക. അതാണ് കുടുംബത്തിനെ കുറിച്ച്, ഉപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച് ആലോചിക്കുന്ന ഏതെങ്കിലും കുട്ടി പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുമോ? ഉമ്മേനെയും ഉപ്പേനെയും കുറിച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ 14 ലക്ഷം റുപ്യ ലോൺ എടുത്ത് കൊടുത്ത് പഠിപ്പിച്ച കുട്ടി കാമുകന്റെ വീടിന്റെ ഫാനിന്റെ മേലെ കെട്ടി തൂങ്ങി മരിക്കുമ്പോ ആ ബാപ്പേനെയും ഉമ്മേനെയും ഓർമ്മിച്ചു ആ കുട്ടി? 8ാം ക്ലാസ്സിലെ കുട്ടിയുടെ കട്ടിന്റെ അടിയിൽ നിന്ന് 9ാം ക്ലാസ്സിലെ ചെക്കനെ കണ്ടുപിടിക്കുമ്പോ ആ കുട്ടിക്ക് സ്വന്തം വീട്ടുകാരുടെ മാനത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കണ്ടില്ല. ഇപ്പൊ ഞാൻ ആ ഫോണിനെ കുറിച്ച് ആലോചിച്ചു, ഞാൻ ക്ലാസ് എടുത്താൽ മറന്നുപോയി. അപ്പൊ എനിക്ക് ആ ഫോണിനെ കുറിച്ച് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ നിങ്ങളെ മക്കൾക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ തൂങ്ങിയിരിക്കുന്നിടത്ത് നിങ്ങൾ പോരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കുടുംബത്തിൽ ലഹരിയില്ലാത്ത നല്ല ഒരു ജന്മമാക്കിയിട്ട് മാറ്റണം എന്ന് എൻ്റെ ആഗ്രഹം. നിങ്ങളെ ലഹരി ഉണ്ടാ? യെസ് ഓർ നോ? നോ. കുറച്ചാക്ക് യെസ്, കുറച്ചാക്ക് നോ. ലഹരി ഇല്ല എന്ന് പറഞ്ഞോലല്ലേ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചാലാണ്. കാരണം എന്താ അറിയുക, ലഹരി ഇല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ സൈഡിലുള്ള കുറച്ചാൾ എന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നമ്മളെ ടീമാട്ടോ, പോകുമ്പം കാണണം. മനസ്സിലായില്ലേ? ഞാനൊരു ടീമുമല്ല. ഇപ്പൊ ലഹരി എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിചാരിക്കുന്ന സാധനമൊന്നുമല്ല. ആ ലഹരിയെ കുറിച്ച് ബോധമുള്ള ഒരു ഉമ്മയ്ക്കും മക്കളെ പറക്കാൻ അനുവദിക്കാൻ പറ്റൂല. ലഹരിയെ കുറിച്ച് ബോധമുള്ള ഒരു ബാപ്പയ്ക്കും മക്കളെ സ്വതന്ത്രമായി വിടാൻ പറ്റൂല. ലഹരി എന്ന് പറയുന്നത് അത്രയേറെ വ്യാപ്തിയുള്ള സാധനമാണ്. ലഹരി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അതിനാദ്യം നമ്മൾ പഠിക്കുന്ന കാര്യം വാട്ട് ഈസ് ലഹരി എന്നാ. ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു സാധനത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും ആ സന്തോഷം നിലനിർത്താൻ ആ വസ്തുവിനെ വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ ആ വസ്തുവാണ്, സാധനമാണ്, സംഗതിയാണ്, പ്രവൃത്തിയാണ് ലഹരി. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു. എന്തെങ്കിലും വസ്തു ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവും, ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. അങ്ങനെ ഏതെങ്കിലും വസ്തു കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടോ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ടോ? കുട്ടികളെ എങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കാണുമ്പോൾ വീണ്ടും വീണ്ടും? രാവിലെ എണീക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല, വേഗം മരിച്ചാളാണ്. കാരണം രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും തോന്നണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ നിങ്ങളെ ഉള്ളിലെല്ലാം എന്തെല്ലോ കള്ളത്തരുണ്ട്. ആദ്യമേ പറയാം ഒന്നുമില്ല എനിക്ക്. അപ്പൊ എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഏതെങ്കിലും രാവിലെ എണീക്കുമ്പോ ഇന്നിപ്പോ ഓർമ്മിക്കും, എന്തെങ്കിലും കാണണം, അങ്ങനെ എന്തെങ്കിലും ഓർമ്മിക്കും. എന്തെങ്കിലും ഉണ്ടോ രാവിലെ എണീക്കുമ്പോ? ഒന്നുമില്ല. ഓപ്പറേറ്ററെ, രാവിലെ എണീക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, കാണണം എന്ന് തോന്നില്ല? മയക്ക ഭീകര ആളാട്ടോ ഇത്. രാവിലെ എണീക്കുമ്പോ തന്നെ ആർക്കാ ഇന്ന് മയക്ക അങ്ങനെ സത്യമാണത്. അങ്ങനെ മൈക്കയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, മൂപ്പറ സെറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് മൈക്കും സെറ്റുമാണ്, ആംപ്ലിഫയറുമാണ് ലഹരി. നമ്മളെ ലൈവ് ടീമിന് രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടാ? ഇത് തന്നെയാ പ്രശ്നോ. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു ആപത്ത് മണക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. രാവിലെ എണീക്കുമ്പോ സാറേ നിങ്ങൾക്കൊന്നും തോന്നില്ല? രാവിലെ എണീക്കുമ്പോ പറഞ്ഞോളി. രാവിലെ എണീക്കുമ്പോൾ ചായ കുടിക്കണം എന്നൊന്നും തോന്നില്ല? ഈ വയനാട് ഇത്രയും തണുപ്പത്ത് കട്ടൻ ചായ കുടിക്കണം എന്ന് തോന്നില്ലേ? ഇല്ല. യെസ്, അങ്ങനെ കാപ്പി കുടിക്കണം, ചായ കുടിക്കണം, ചൂടുവെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ, അത് കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നാളെയും കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും ചൂടുവെള്ളവും കട്ടൻ ചായ എല്ലാം പറഞ്ഞോളി ലഹരിയാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നിസ്കരിക്കണം, പള്ളിയിൽ പോകണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, നിസ്കരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ നിസ്കാരവും പള്ളിയും ലഹരിയാണ്. പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ, പാട്ട് പാടുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ, മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മതഗ്രന്ഥ പാരായണവും പാട്ട് കേൾക്കലും എല്ലാം ലഹരിയാണ്. ഇനി ചെടി വളർത്തുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ചെടി വളർത്തൽ ലഹരിയാണ്. യാത്ര ചെയ്യുമ്പോഴാണ് സന്തോഷമെങ്കിൽ യാത്ര ലഹരിയാണ്. ഇനി കരാട്ട കളിക്കുമ്പോഴും കുങ്ഫു കളിക്കുമ്പോഴും കളരി കളിക്കുമ്പോഴും സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കരാട്ടയും കളരിയും ഒക്കെ ലഹരിയാണ്. ഓക്കെ, ഇനി ഉറങ്ങുമ്പോഴാണ് സന്തോഷമെങ്കിൽ ഉറക്കം ലഹരിയാണ്. തിന്നുമ്പോഴാണെങ്കിൽ തിന്നലാണ് ലഹരി. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പാവങ്ങളെ സഹായിക്കണം എന്ന് തോന്നുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നത് ചാരിറ്റി പ്രവർത്തനം ലഹരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ലഹരി ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ലഹരി ഇല്ലേ? നിങ്ങളേതാ ഇല്ല എന്ന് പറഞ്ഞേ? അപ്പൊ നിങ്ങൾക്ക് എന്തോ തട്ടിപ്പുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളെ മനസ്സിൽ ആദ്യ ലഹരി എന്ന് പറയുമ്പോൾ ഓടി വന്നത് എന്താണെന്ന് അറിയോ? ഞാൻ പറയട്ടെ, സിഗരറ്റ്, കള്ള്, കഞ്ചാവ്, ബബിൾ ഗം. അപ്പൊ സ്വാഭാവികമായിട്ടും സിഗരറ്റും കള്ളും കഞ്ചാവും എന്നുള്ള കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് ലഹരി എന്ന് പറയുമ്പോൾ നമ്മളെ തലച്ചോറിലേക്ക് വന്നത്. ശരിയല്ലേ? തെറ്റാണ്. അത് വേണ്ടാത്ത ലഹരിയാണ്. ശരിക്കുമുള്ള ലഹരി അവിടെയാണ്. പോലീസ് ഇന്ന് വരെ ലഹരി വേണ്ട എന്നുള്ള ഒരു മുദ്രാവാക്യം ഏടി ഉയർത്തിപ്പിടിച്ചിട്ടില്ല. പോലീസ് ഉയർത്തിപ്പിടിച്ച ലഹരിയെ കുറിച്ചിട്ടുള്ള മുദ്രാവാക്യം എന്താ? ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി. ജീവിക്കാൻ കൊതി തോന്നണം മനുഷ്യന്. ജീവിക്കാൻ കൊതി തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യ? ജീവിക്കാൻ തോന്നാത്ത, കൊതി തോന്നാത്ത മനുഷ്യനാണ് വേണ്ടാത്ത ലഹരിയിലേക്ക് പോകുക. അതാണ് ഇതിന്റെ ചുരുക്കം.